അങ്ങനെ നമ്മുടെ ശ്രീദേവി ബാലനോട് പറയേണ്ട ബാലച്ച 5000 റുപ്യ കണക്കിൽ കാണിക്കണില്ല, എവിടെ പോയി എന്ന് അറിയില്ല, ബാലച്ച എന്തെങ്കിലും ആവശ്യത്തിന് എടുത്തു എന്നാണ് ഞാൻ കരുതിയെന്നൊക്കെ പറയുന്നുണ്ട്. എന്തായാലും അനുമോളും നോക്കി കണക്കിൽ 5000 റുപ്യ മിസ്സിങ് ആണെന്ന് പറയുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആനന്ദ് അവിടെ നിന്ന് പറയുന്നുണ്ട്, ദേഷ്യപ്പെട്ടിട്ട് പറയുന്നുണ്ട് ആ 5000 റുപ്യ മോഷണം പോയതാന്ന് പറയണ്ട. മോഷണോ നീ എന്താ മോനെ പറയണമെന്ന് ചോദിക്കുന്നുണ്ട് നമ്മുടെ ബാലൻ. അതേ മോഷണം തന്നെ, മോഷ്ടിച്ചത് ഇവിടെ തന്ത ഉദയഭാനു എന്ന് പറഞ്ഞിട്ട് നമ്മുടെ ശ്രീദേവിയെ കൈ ചൂണ്ടി കാണിക്കുന്നുണ്ട്. ശ്രീദേവിക്കാണെങ്കിൽ വല്ലാത്ത സങ്കടം വന്നിട്ട് വിഷമം വന്ന് കരയണൊക്കെ പോലെ ഉണ്ട്. എന്തായാലും ആ സമയത്ത് ബാലൻ പറയുന്നുണ്ട്, എന്താ നീ മോനെ നീ മദ്യപിച്ചിരുന്നോ, എന്താ നിനക്ക് പറ്റിയ ആനന്ദം എന്നൊക്കെ ചോദിച്ചിട്ട് ദേഷ്യപ്പെടുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ആനന്ദാണെങ്കിൽ വല്ലാതെ പൊട്ടിക്കരയുണ്ട്, വിഷമിച്ചിട്ട് നിൽക്കുന്നുണ്ട്. ആ സമയത്ത് നമ്മുടെ ബാലൻ ചോദിക്കുന്നുണ്ട്, എന്താ മോനെ നിനക്ക് പറ്റിയ, എന്താ നിനക്ക് ഇത്രമാത്രം വിഷമം എന്ന് ചോദിക്കുന്നുണ്ട്. ആ സമയത്ത് ആനന്ദ് പറഞ്ഞു ഒന്നുമില്ലാച്ച എന്ന് പറഞ്ഞിട്ട് ഇങ്ങനെ നിൽക്കുന്നുണ്ട്. ആ സമയത്താണ് നമ്മുടെ ആര്യനും ആകാശം പറയണ്ടേ അങ്ങനെ എന്നല്ല, എന്തൊക്കെയോ ഏട്ടന് പ്രശ്നമുണ്ട്, എന്താച്ചാൽ പറയേട്ടാ, എന്താച്ചാൽ തുറന്നു പറയും ഞങ്ങളോട് എന്നൊക്കെ പറഞ്ഞിട്ട് എല്ലാവരും തുടങ്ങുന്ന സമയത്ത് നമ്മുടെ ആനന്ദ് എല്ലാ സത്യങ്ങളും വിളിച്ച് പറയുന്നുണ്ട്. ശ്രീദേവിയെക്കുറിച്ച് എല്ലാ സത്യങ്ങളും പറയുന്നുണ്ട്. എന്നിട്ട് നമ്മുടെ ബാലനെ കെട്ടിപ്പിടിച്ച് കരയുന്നുണ്ട്. അവന് സങ്കടമാണെങ്കിൽ സഹിക്കാൻ പറ്റില്ല. എന്തായാലും നമ്മുടെ എല്ലാ കള്ളത്തരും നമ്മുടെ ശ്രീദേവിയുടെയും ഉദയഭാനുവിൻ്റെയൊക്കെ പൊളിഞ്ഞു. ഇത് കാണിച്ചുകൊണ്ടാണ് ഇന്നത്തെ പ്രൊമോ അവസാനിക്കുന്നത്. ഇതുപോലെ പ്രൊമോ വിശേഷങ്ങൾ നിങ്ങളുടെ മുന്നിൽ എളുപ്പത്തിൽ എത്താൻ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്.